ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ അവസാന ടെസ്റ്റ് മത്സരത്തിനായിട്ട് അരങ്ങൊള്ളുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ് ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നത്. ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് അതിനിർണായകമായിട്ടുള്ള ഈ ഒരു സീരീസിലെ അവസാന മത്സരമാണിത്. നിലവിൽ സീരീസ് ഓസ്ട്രേലിയ 2-1 ലീഡ് ചെയ്യുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് മോശം പെർഫോമൻസുകൾ നമ്മുടെ ടീമിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഈ ഒരു സീരീസ് സമനിലയാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല അവസരമാണ് നാളെ നടക്കാൻ പോകുന്ന ടെസ്റ്റിലുള്ളത്. പക്ഷേ ഈ ഒരു ടെസ്റ്റിന് മുന്നോടിയായിട്ട് കുറച്ച് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഈ റിപ്പോർട്ടുകൾ നമുക്ക് 100% വിശ്വസിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല എന്ന് തന്നെ പറയാം. അതിൽ ഒരു കാര്യത്തിൽ വിശ്വസിക്കാം, അതായത് ആകാശ്ദീപിൻ്റെ ഇഞ്ചുറിയാണ്. ആകാശ്ദീപ് ഈ ഒരു മത്സരത്തിൽ കളിക്കില്ല. അദ്ദേഹം സ്ക്വാഡിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. പകരക്കാരനായിട്ട് നിലവിലുള്ളത് ഹർഷിത് റാണ അല്ലെങ്കിൽ പ്രസിദ്ധ് കൃഷിയാണ്. പക്ഷേ ഈ ഒരു സീരീസിൽ ഓൾറെഡി കളിച്ചിട്ടുള്ളതും എക്സ്പീരിയൻസ് ഉള്ളതുമായിട്ടുള്ള ഹർഷിത് റാണയെ തന്നെ ലെവലിലേക്ക് കൊണ്ടുവരാനായിരിക്കും സാധ്യതകൾ കൂടുതലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യവും നടക്കാൻ 50% മാത്രം ചാൻസ് ഉള്ളൊരു കാര്യവും ആണ് പറയാൻ പോകുന്നത്. രോഹിത് ശർമ്മ സ്വയമേ ഈ ഒരു മത്സരത്തിൽ നിന്ന് മാറി നിൽക്കുമെന്നാണ് പറയുന്നത്. റിപ്പോർട്ടുകൾ എല്ലാം തന്നെ പറയുന്നുണ്ട്, ഒരുപാട് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. എക്സിലൊക്കെ ഇപ്പോൾ ന്യൂസുകൾ വന്നിട്ടുണ്ട്. സ്വയമേ രോഹിത് ശർമ്മ ലെവലിൽ നിന്ന് മാറി നിൽക്കും, പകരക്കാരനായിട്ട് ഗില്ലിനെ കൊണ്ടുവരുന്നത്. ഗില്ലിൻ്റെ പെർഫോമൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാലും അത്ര കണ്ട് നല്ല പെർഫോമൻസിലല്ല ഗില്ല് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാപ്റ്റനായിട്ടുള്ള രോഹിത് ശർമ്മയുടെ അണ്ടറിലേക്ക് വന്നപ്പോഴാണ് ടീമിൻ്റെ പതറ്റിക് പെർഫോമൻസിലേക്ക് പോയെന്നുള്ള ഉൾപ്പെടെയുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഫോം ഔട്ടിൻ്റെ പീക്ക് നിൽക്കുകയാണ് നിലവിൽ രോഹിത് ശർമ്മ. കാര്യമായിട്ടുള്ള ബെറ്റർ ഇന്നിങ്സിൽ ഒന്നും താരത്തിന് കളിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ എന്തായാലും പകരക്കാരനായിട്ട് ഗില്ല് ലെവലിലേക്ക് വരാനുള്ള സാധ്യതയാണ് പറയുന്നത്. വീണ്ടും ബാറ്റിംഗ് ഓർഡറുകൾ മൊത്തത്തിൽ ഒന്ന് ഷഫിൾ ആകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതുകൊണ്ട് എന്തായാലും ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇന്ത്യയെ സംബന്ധിച്ച് വളരെയധികം നിർണായകമായിട്ടുള്ളൊരു മത്സരം തന്നെയാണെന്നത്. കാരണം BGT ഓൾറെഡി നമ്മുടെ കയ്യിലിരിക്കുന്നതാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ BGT കൈവിട്ട് കൊടുത്തിട്ടില്ല. ഈ ഒരു സീരീസ് സമനിലയാണെങ്കിൽ നമുക്ക് തന്നെ ട്രോഫി കൊണ്ടുവരാം. അതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത്, ലാസ്റ്റ് മത്സരത്തിലേക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു സമനില സാധ്യത വലിയ രീതിയിൽ ഉണ്ടായിരുന്ന മത്സരമാണ്. പക്ഷേ ആ ഒരു മത്സരത്തിൽ എങ്ങനെ നമ്മൾ അങ്ങനെ വീണു പോയെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. ഒരു ടെമ്പർമെൻറ്റ് ഇല്ലാതെ കളിയാണ് കളിക്കുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇപ്പോൾ പുജാര, രഹാനെ അല്ലെങ്കിൽ വിഹാരി, ഈവൻ ദോ അശ്വിൻ്റെ ഇന്നിങ്സുകളിലേക്കൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ടൊരു കാര്യം കാണാമായിരുന്നു. അതായത് ഇവരുടെ റൺസ് ചിലപ്പോൾ ഒരു 30-40 ആയിരിക്കും, പക്ഷേ ടീമിന് വേണ്ടിയുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൺസ് വൈസ് അല്ല, ബോളുകൾ പിടിച്ചു നിൽക്കുന്നതിന്. ചിലപ്പോൾ ഒരു 200-250 ബോളുകളിലായിരിക്കും ചിലപ്പോൾ ഒരു 30-40 റൺസ് വരിക. അത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കും നമുക്കത്. അതോടൊപ്പം തന്നെ എതിർ ടീമിന് അത് വലിയ പ്രഷറും ഉണ്ടാക്കും. ഇത്രയും ബോളുകൾ കളിക്കുന്നില്ലെങ്കിൽ ഈവൻ ദോ ഒരു 200 ബോൾസ് കളിച്ചൊരു 30-40 റൺസ് ആണെങ്കിൽ പോലും അത് എതിർ ടീമിന് ഭയങ്കര പ്രഷറാണ്. ഒരു സൈഡിൽ നിന്ന് അത്യാവശ്യം സ്കോർ ചെയ്യുന്ന ഒരാളുകളുണ്ടെങ്കിൽ സ്കോർ കാർഡിൽ റൺസും വരും. പക്ഷെ നോക്കുമ്പോൾ ഇവർ ആവറേജ് താഴെയാണ്, അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ഗെയിം ബേസ് നോക്കുമ്പോൾ ഭയങ്കര ഇമ്പാക്റ്റ് ടീമിന് വേണ്ടി ഉണ്ടാക്കും. പക്ഷെ അങ്ങനെ ഞാൻ ഇവർ പറഞ്ഞതെന്നല്ല പറഞ്ഞു, അങ്ങനെ കളിക്കുന്ന ഒരു താരവും നിലവിൽ ഇന്ത്യൻ ടീമിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും യാഥാർത്ഥ്യം. അത്ര പ്രോപ്പർ ടെസ്റ്റ് രീതിയിൽ ബാറ്റ് ചെയ്യാൻ സാധിക്കുന്ന താരങ്ങളില്ല, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ടെമ്പർമെൻറ്റ് സർവൈവ് ചെയ്ത് ഗെയിം സർവൈവ് ചെയ്ത് വരുന്ന ആളുകളൊന്നും തന്നെ നിലവിൽ ടീമിലില്ല. അത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ്. പ്രോപ്പർ ടെസ്റ്റ് രീതിയിൽ തന്നെ കളിക്കുന്ന താരങ്ങളില്ല. കാരണം ഇവന്തോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഋഷഭ് പന്തിൻ്റെയൊക്കെ ആ ഒരു വിക്കറ്റ് വീഴുന്നത് എത്ര മനോഹരമായിട്ടാണ് ഓസ്ട്രേലിയ. കറക്റ്റ് പെർഫെക്റ്റ് പ്ലാനിങ് അവർ വീഴ്ത്തിയാണ്. എന്നാൽ വിക്കറ്റ് വിട്ടുകൊടുക്കാതിരിക്കാനാണ് മാക്സിമം ശ്രമിക്കേണ്ടത്. റൺസ് വരുന്നതിനേക്കാൾ ഉപരി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ടെസ്റ്റിൽ വിക്കറ്റ് കളയാതിരിക്കുക എന്നുള്ളത്. റൺസ് വേറൊരു സൈഡ് നിൽക്കും, പക്ഷേ എത്ര ബോളുകൾ കളിക്കുന്നോ അല്ലെങ്കിൽ ഓരോ ബോളുകൾ കൂടുതൽ കളിക്കും തോറും ഗെയിം നമ്മുടെ പരിധിയിലേക്കാക്കാൻ സഹായിക്കും. പിന്നെ അതുപോലെ തന്നെ പലരും വിൻ എന്ന് പറയുന്നുണ്ട്. ടെസ്റ്റിൽ വിന്ന് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഡ്രോ എന്ന് പറയുന്നത്. അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. സോ എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള ടെസ്റ്റ് മത്സരമാണ് ഈ ലാസ്റ്റ് ടെസ്റ്റ് മത്സരം. സോ 2025 ഒരു ബെറ്റർ സ്റ്റാർട്ടിങ് ടീം ഇന്ത്യക്ക് കിട്ടുമോ എന്ന് കാത്തിരുന്ന് കാണണം. കോച്ചും ടീമിലെ സീനിയർ താരങ്ങളും എല്ലാവരും വിമർശനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാത്തിരുന്ന് തന്നെ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ന് വെച്ചാൽ കമൻറ്റ് അറിയപ്പെടുന്നത്. ഇറ്റ്സ് മീ ഗോകുല സൈനിങ് ഔട്ട്. ബൈ ബൈ ഗൈസ്.